അതേ സമയം എന്റെ ഉമ്മത്തിന്റെ പാപങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു. തങ്ങൾ പറയുന്നു, ഫലം അറസംബൻ, ഒരു ദോഷവും ഞാൻ കണ്ടിട്ടില്ല, അഅ്ളമ, ഏറ്റവും ഗൗരവമുള്ള വലുപ്പമുള്ളൊരു ദോഷം, മിൻ സൂറത്തിൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നൊരു സൂറത്ത്, ഔ ആയത്തിൻ, അല്ലെങ്കിൽ ഒരു ആയത്ത്, ഊതിഹാ റജുലുൻ, ഒരാൾക്ക് അതിനെ നൽകപ്പെട്ടിരുന്നു. ഒരു സൂറത്ത് ഒരാൾ കാണാതെ പഠിച്ചിരുന്നു, ഒരു ആയത്ത് കാണാതെ പഠിച്ചിരുന്നു. സുമ്മ നസിഹാ, പിന്നെ വന്നതിനെ മറന്നു. അതിനേക്കാളും വലിയ ഒരു ദമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഖുർആൻ പഠിച്ച് മറക്കാം, അത് വലിയ കുറ്റം തന്നെ. നല്ല ഖുവ്വത്തുൽ ഹിഫ്ള് ഉണ്ടാകുന്ന ആൾക്കാർ പഠിച്ചാൽ മതി. അത് ഒരു കാര്യം ശ്രദ്ധിക്കണ്ടേ, അങ്ങനെ പഠനത്തിൽ ചെറുപ്പത്തിലെ നല്ല മികവുള്ള ആൾക്കാർ അത് പഠിക്കണം. അല്ലാത്തവർ കെട്ടിക്കൂട്ടി പഠിച്ചൊരു പക്ഷെ 2 ജുസെത്തുമ്പോൾ നിർത്തിയാൽ അതും ബുദ്ധിമുട്ടാണ്. പഠിക്കാൻ നല്ല സാമർഥ്യവും നല്ല ഖുവ്വത്തുൽ ഹിഫ്ളുള്ള ആളുകളുമാണ് അത് പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഓർമ്മശക്തി ഏറ്റി തെരുമാറാകട്ടെ. മറക്കാന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. ഖുർആൻ പഠിച്ച് മറക്കുന്ന ആള് ഇല്ലാ ലഖിയല്ലാഹ യൗമൽ ഖിയാമത്തി അജ്ദമ, നാളെ അള്ളാഹുവിന്റെ സവിധത്തിലെത്തുമ്പോൾ അവൻ കുഷ്ഠം ബാധിച്ചിട്ടാണ് എത്തുക എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇവിടൊക്കെ നമ്മളെ മുഖത്തിന് എന്തൊരു മുസൈക്ക, എന്തൊരു മട്ട. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ, മരിച്ചു പോകുന്നവരൊരു കുഴപ്പമില്ലല്ലോ. ആഖിറത്തിലെത്തുമ്പോ ഈ മുഖത്ത് കുഷ്ഠം ബാധിക്കരുത്. ഈ നെറ്റിയിലും ശരീരത്തിനും കുഷ്ഠം ബാധിച്ച കാണൂലെ മാലോകര് മൊത്തം അള്ളാഹുവിന്റെ ഹളറത്തിലും. നമ്മൾ എന്തിനു നന്ന്? ഖുർആൻ നിങ്ങൾ പഠിച്ചു, യാസീൻ പഠിച്ചു, പക്ഷെ ഇപ്പൊ അങ്ങോട്ട് ഓതാൻ കിട്ടൂല. ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഓതുമ്പോ കൂട്ടത്തിൽ ഓതും. ഉറക്കെ ഒരാൾ ഓതുന്നു, അയാൾ കുരച്ചാൽ ബാക്കിയുള്ളവരും കുരക്കും. കാരണം ആ കുറെ ഓത്തിന്റെ കൂട്ടത്തിൽ അത് കരുതും. അങ്ങനെ ഓതിപ്പോക, അങ്ങനെ ഓത്തു പോരാ. കാണാതെ ശരിക്ക് എന്തെല്ലാം പഠിച്ച് കാണാതെ ഇഫ്ളിൽ മാർക്ക് വാങ്ങിയിരുന്നോ അതൊക്കെ വീണ്ടും പുതുക്കണം. കാണാതെ പഠിച്ചിരുന്നു എന്ന് ബോധ്യമുള്ളതൊക്കെ പുതുക്കണം. അത് 2 ജുസ് ആണെങ്കിലും ശരി, ഒരു സൂറത്താണെങ്കിലും ഒരു ആയത്താണെങ്കിലും മറന്നു കളയാൻ പറ്റൂല. കാരണം വലിയ കുറ്റമാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ആ മറതി വരുന്നത്? ഒന്ന് പറയട്ടെ, കേൾക്കാൻ പാടില്ലാത്ത ശബ്ദങ്ങൾ കേട്ടാൽ മറന്നുപോകും. എണ്ണമറ്റ ഇമാമിങ്ങളുടെ ചരിത്രത്തിലുണ്ട്. അവർ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോ, പള്ളിയിൽ നിന്ന് അങ്ങാടിയിലേക്ക് പുറപ്പെടുമ്പോ 2 പരുത്തി കഷ്ണം, 2 പഞ്ഞി കഷ്ണം എടുത്തിട്ട് കാതിൽ തിരുകുന്ന പതിവുണ്ടായിരുന്നു. എന്തിന്? അത്തറ് മണക്കാനല്ല. അങ്ങാടിയിലെത്തിയാൽ അപശബ്ദങ്ങൾ കേൾക്കും, അനാവശ്യ സംസാരങ്ങൾ കേൾക്കും, അത്തരത്തിലുള്ള പല വിളികളും തിരിച്ചു വിളികളും കേൾക്കും. അങ്ങനെ കേൾക്കുമ്പോ ഇൽമു പോയി പോകരുത്. പഠിച്ച ലക്ഷക്കണക്കിന് ഹദീസ് മറന്നു പോകരുത്. ആയത്തും അതിന്റെ തഫ്സീറും വിട്ടുപോകരുത്. അനാവശ്യം കേട്ടാൽ, കേൾക്കാൻ പാടില്ലാത്ത ശബ്ദഘോഷങ്ങൾ കേട്ടാൽ പഠിച്ചത് മറന്നുപോകും. ഉമ്മമാരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. മൊബൈൽ ട്യൂണും മ്യൂസിക് മാറ്റിയിട്ട് വേറെന്തെങ്കിലും ആക്കണം. അതൊരു പക്ഷേ ഹലോ ഹലോ എന്ന ശബ്ദം നിങ്ങൾ വെച്ചാലും കുഴപ്പമില്ല. മ്യൂസിക്കിന്റെ സ്വരം ഹറാമാണത്, കേൾക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ചിലപ്പോഴേക്ക് ചില വാഹനങ്ങൾ പോകുമ്പോൾ വാഹനം പോകുന്നുണ്ട് എന്നറിയാൻ എങ്ങനെ മനസ്സിലാക്കാന്നറിയോ? അതിന്റെ മുട്ടും കൊട്ടും കേട്ടിട്ടാ മനസ്സിലാക്കുക. ആ മറ്റേ ചങ്ങാതിന്റെ വാഹനം പോകുന്നുണ്ട്. എന്താ പോയിന്നില്ല തെളിവ്? എന്താ ഷാമിൽ നിന്ന് ഒട്ടകൂട്ടം വരുന്നവരെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ചില വാഹനങ്ങളൊക്കെ പോകുന്നു. ഷാമിൽ നിന്ന് ഒട്ടകൂട്ടം വരുമ്പോ മരുഭൂമിയിൽ ഒന്നാകെ പോകുമ്പോൾ ഒച്ചപ്പാടുണ്ടാവും. അതേപോലെ നമ്മളെ നാട്ടിൽ ഒരു വാഹനം പോകുന്നു, ട്രിപ്പ് അടിക്കുന്നൊരു വാഹന, അത് ഇതിലൂടെ പോയി എന്നുള്ളതിന് തെളിവെന്താ? അതാ ഡും 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 കേൾക്കണ്. അതിലെന്താ പാടുന്നത്? ഹിന്ദി പാട്ടാണ്. ഓടിക്കണാക്ക് ഹിന്ദി അറിയോ? ഓന് ഹിന്ദി മാലും കുച്ചുബി നെഹിയെ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഓനങ്ങനെ കേൾക്കുന്ന അങ്ങനെ ഓടുന്നേ ഉള്ളൂ, ഒന്നും അറിയില്ല. പിന്നെ ഓൻക്കതൊരു തരംഗം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെ, ഒരൊറ്റ സിനിമയും കാണരുത്, ഒരൊറ്റ സീരിയലും നോക്കരുത്, ഒരു ഹറാമും കേൾക്കരുത്. എന്തേ കാരണം? ഖുർആൻ പഠിച്ചത് യാസീൻ പോലും മറന്നുപോകും. യാസീൻ സൂറത്ത് കൽബിലുണ്ടെങ്കിൽ, സൂറത്തുൽ വാഖിയ കൽബിലുണ്ടെങ്കിൽ, സൂറത്തുൽ മുൽക്ക് കൽബിലുണ്ടെങ്കിൽ ഈ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിന് പവറുണ്ട്. കാരണം അള്ളാഹുവിന്റെ കലാം ഹൃദിസ്ഥമാക്കിയ ഒരു ശരീരത്തെ അള്ളാഹു തആല വേദനിപ്പിക്കൂല.
ആ ശരീരത്തെ നരകത്തിലേക്ക് ഇടൂല. അതുകൊണ്ടല്ലേ ആഖിറത്തിൽ ഒരു ഖുർആൻ ഹിഫ്ളാക്കി ശരിക്ക് ഹിഫ്ളുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാൽ നരകത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരുമ്പോ മുന്നിൽ വരുന്നു പഠിച്ച സൂറത്തുകൾ, അള്ളാഹുവിനോട് പറയുന്നു, നിന്റെ കലാമായ എന്നെ ഈ മനുഷ്യൻ മനസ്സിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്, ആ മനുഷ്യനെ നരകത്തിലേക്ക് വിടുകയോ പറ്റൂല റബ്ബേ, സമ്മതിക്കൂല. ഖുർആനിന്റെ ശഫാഅത്ത് അല്ലാഹ് സ്വീകരിക്കുന്നു. എന്തൊരു സൗന്ദര്യം! അതൊക്കെ മറന്നുപോയാലോ പിന്നെ കാര്യം പോക്കല്ലേ. എത്ര ക്ലിയർ ആയിട്ട് നമ്മളൊക്കെ യാസീൻ ഓതിയിരുന്നത്. ഇപ്പൊ യാസീൻ ഓതുമ്പോ യാസീനിലാകെ 7 മുബീനെ, നമ്മൾ ഓതുമ്പോൾ 14 മാറുകയാണ്. കാരണം പിന്നെ തിരിച്ചു വരല്ലേ, ഓരോരുത്തർക്ക് തന്നെ തിരിച്ചു വരിക, തെറ്റിപ്പോക. എന്നിട്ട് നമ്മൾ തന്നെ പറയാം വേറെ ആരും വസുവാക്കാരെന്നല്ല, ഈ യാസീന് തന്നാൽ നോക്കി ഓതില്ലെങ്കിൽ വേഗം തെറ്റും. കാണാൻ പാടില്ലാത്തത് കാണരുത്, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കരുത്. ഖുർആൻ മറന്നുപോകും, ഹിഫ്ള് മറന്നുപോകും, ഹദീസ് മറന്നുപോകും. ഒരു കാരണം بك خير الخلق